യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മളിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് സിൽവർ ബുള്ളറ്റ് സ്ട്രാറ്റജി എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സെഷനിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സിൽവർ ബുള്ളറ്റിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്യുവർലി ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമ്മൾ ലണ്ടനിലും അതുപോലെ ന്യൂയോർക്കിലെയും ഒരു 1 hour വിൻഡോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമുക്കൊരു ഡെയിലി ബയാസിന്റെ ഓവറോൾ മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷനെ കുറിച്ചിട്ട് നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈക്ക് അതിന്റെ ഒരു ആവശ്യം നമുക്ക് എന്ത് ചെയ്യില്ല ഈ ഒരു സിൽവർ ബുള്ളറ്റ് സ്ട്രാറ്റജി ട്രേഡ് ചെയ്യുന്ന സമയത്ത് വരുന്നില്ല. ഓക്കെ, സോ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടൈം സോൺ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു സ്പെസിഫിക് ടൈം ഇന്റർവെല്ലിലാണ് നമ്മൾ ഈ ഒരു സിൽവർ ബുള്ളറ്റ് എൻട്രി നോക്കുക എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം സോൺ ഏതാണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലണ്ടനിൽ ലണ്ടനിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12:30 മുതൽ 1:30 വരെയുള്ള ആ ഒരു വിൻഡോയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലണ്ടനിൽ നോക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ UTC-4 എന്നുള്ള ആ ഒരു ന്യൂയോർക്ക് ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 AM to 4 AM എന്നുള്ള ആ ഒരു ടൈം വിൻഡോയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സെഷൻ വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ന്യൂയോർക്കിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7:30 മുതൽ 8:30 വരെയുള്ള ആ ഒരു ടൈം വിൻഡോയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്ട്രാറ്റജി നോക്കുന്നത്. ഓക്കെ, അത് ന്യൂയോർക്ക് സ്റ്റാൻഡേർഡ് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 AM to 11 AM എന്നുള്ള ആ ഒരു ടൈം വിൻഡോയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെയിനായിട്ട് ഒരു സ്ട്രാറ്റജി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു തിയറിറ്റിക്കൽ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ടൈം വിൻഡോ ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് ആ ഒരു ടൈം നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാം, അപ്പോൾ 12:30 മുതൽ 1:30 വരെയുള്ള അവിടെ നമ്മൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഒരു വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, 12:30 to 13:30 1:30 വരെയുള്ള ആ ഒരു ടൈം വിൻഡോ എന്ത് ചെയ്യുക ജസ്റ്റ് മാർക്ക് ചെയ്തിടാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിവിടെ 5 minute ടൈം ഫ്രെയിമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ ഏറ്റവും റീസെന്റ് മാർക്കറ്റ് ഫോം ചെയ്യുന്നത് ഇപ്പോൾ മാർക്കറ്റ് ഏഷ്യൻ സെഷനിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ഏഷ്യൻ സെഷനിൽ മേ ബി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇത്തരത്തിലൊരു ലിക്വിഡിറ്റി ഫോം ചെയ്തിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേന്റെ ഒരു ലോ ഉണ്ടാവും. മേ ബി മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വന്ന സമയത്ത് പ്രീവിയസ് ഡേ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലോ ഉണ്ടാവും. സോ സം സോർട്ട് ഓഫ് ലിക്വിഡിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലണ്ടനിലെ മേജർ മൂവ്മെന്റിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ലെഫ്റ്റ് ഇതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം മാർക്കറ്റ് ഈ ഒരു സിൽവർ ബുള്ളറ്റ് ഹവറിലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ലിക്വിഡിറ്റീസ് സ്വീപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒരു MS കാര്യങ്ങളൊക്കെ നമുക്ക് തരാം. ഓക്കെ, നമ്മളിവിടെ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മേജർ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വിൻഡോയിൽ നമുക്ക് ജസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ഇവിടുന്ന് ഒരു FVG ഫോർമേഷൻ മാർക്കറ്റ് ഒരു MS കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തതിനു ശേഷം സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തു മാർക്കറ്റ് മൂവ് ചെയ്തു. അപ്പോൾ ആ ഒരു സ്ട്രോങ് മൂവ്മെന്റിന്റെ സമയത്ത് ഒരു FVG ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിട്ടേൺ ടു ആ ഒരു FVGയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം എൻട്രി എടുക്കാൻ കഴിയും. നമുക്ക് ആ ഒരു റീസെന്റ് ഉണ്ടായിട്ടുള്ള ലോന്റെ താഴെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം 1:2 എന്ത് ചെയ്യാം ടാർഗറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് നോക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. സോ നമ്മൾ ആ ടൈം സോൺ ഇപ്പോൾ നമ്മൾ ലണ്ടൻ ആണെന്നുണ്ടെങ്കിൽ 1:30 to 2:30 വരെയുള്ള ടൈം സോണിൽ മേജർ ആയിട്ടുള്ള ഏതെങ്കിലും ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്യുന്നുണ്ടോ നോക്കുന്നു. അവിടെ നമുക്ക് ഒരു റിവേഴ്സൽ എൻട്രി നമ്മൾ എന്ത് ചെയ്യുന്നു പ്ലാൻ ചെയ്യുന്നു. സോ നമുക്ക് MSO അല്ലാന്നുണ്ടെങ്കിൽ FVGO ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം റിട്ടേൺ ആ ഒരു പൊസിഷനിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം എൻട്രി എടുക്കാം. ഓക്കെ, സോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് എക്സാമ്പിൾസ് എന്ത് ചെയ്യാം സീക്ക് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം റീസെന്റ് ഫോം ചെയ്തിട്ടുള്ള ഒരു കഴിഞ്ഞ ലണ്ടനിലെ ഒരു ട്രേഡ് ആണിത്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്യാം 12:30 എന്നുള്ള ടൈമാണ്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത് ലണ്ടൻ ഓപ്പൺ ആവുന്നത്. സോ ലണ്ടന്റെ സിൽവർ ബുള്ളറ്റ് നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നത്. സോ നമ്മൾ കാണാൻ പറ്റും മേജർ ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്തു മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. ഇവിടെ നമുക്ക് ഒരു മൈനർ ലിക്വിഡിറ്റി അല്ലാന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന സിംഗിൾ മാർക്കറ്റ് എന്ത് ചെയ്തു ഇവിടെ സ്വീപ്പ് ചെയ്തു. ഓക്കെ, സോ ആ ഒരു സ്വീപ്പ് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ ഒരു FVG ഫോർമേഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമുക്കിവിടെ ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻസ് ഒന്നുമില്ല. ഇവിടെ മാർക്കറ്റ് എല്ലാ പ്രൈസ് എന്താണ് എഫിഷ്യന്റ് ആണല്ലേ. ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ഇവിടെ ഫില്ല് ചെയ്തു. ഇവിടെ ഒന്നും നമുക്കില്ല, ഇൻഎഫിഷ്യൻസി ഇല്ല. ഇൻഎഫിഷ്യൻസി ഉണ്ട് എന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു ട്രേഡ് എടുക്കേണ്ടത്. ഓക്കെ,
അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, മേ ബി ഇവിടെ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് റീസെന്റ് താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്തു. ആ ബ്രേക്ക് ചെയ്ത സമയത്ത് ഫോം ചെയ്തിട്ടുള്ള ലാസ്റ്റ് സപ്ലൈ, ആ സപ്ലൈ മാർക്കറ്റ് എന്ത് ചെയ്തു, മേലോട്ടേക്ക് വയലേറ്റ് ചെയ്തു. വയലേറ്റ് ചെയ്ത സമയത്ത് തിരിച്ച് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സോൺ റെസ്പെക്ട് ചെയ്തിട്ട് ആ ടൈം വിൻഡോയിലാണ് മാർക്കറ്റ് മേലോട്ടേക്ക് പോയിട്ടുള്ളത്. സോ അതും നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ലൈക്ക് നമുക്ക് FEG തന്നെ വേണം നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫോം ചെയ്യുന്ന ബ്രേക്കർ ബ്ലോക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഓർഡർ ബ്ലോക്സ് കൈൻഡ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, റീസെന്റ് ഉള്ള അടുത്തൊരു എക്സാമ്പിൾസ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ന്യൂയോർക്ക് സിൽവർ ബുള്ളറ്റ് ഹവറിൽ സംഭവിച്ചിട്ടുള്ള ഒരു ട്രേഡ് ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് മേജർ ആയിട്ടുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ റീസെന്റ് ഉണ്ടായിട്ടുള്ള പ്രീവിയസ്ലി ഉണ്ടായിട്ടുള്ള ഒരു മേജർ ലിക്വിഡിറ്റി ലെവൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. ഈ ഒരു ലോ മാർക്കറ്റ് എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തു. ഓക്കെ, സ്വീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തു, ക്ലിയർ ആയിട്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഫോം ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. സ്വീപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, സ്ട്രോങ് ആയിട്ട് മേലോട്ടേക്ക് മൂവ് ചെയ്തു. മൂവ് ചെയ്ത സമയത്ത് ഇവിടെ കാണാൻ കഴിയും മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തു. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടൈം വിൻഡോ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പും അതുപോലെ ആ എൻട്രി മോഡലും സംഭവിച്ചത് ഈ ഒരു ടൈം വിൻഡോയിലാണ്. കാണാൻ പറ്റും 19:30 20:30 വിച്ച് മീൻസ് 7 മുതൽ 8 വരെയുള്ള ടൈം വിൻഡോയിലാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഡയറക്റ്റ്ലി ആ ഒരു FEGന്റെ ഓപ്പണിംഗിൽ നമുക്ക് എൻട്രി എടുക്കാം. റീസെന്റ് ഉണ്ടായിട്ടുള്ള ലോന്റെ താഴെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി അല്ലാന്നുണ്ടെങ്കിൽ 1:2 1:2 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ സിൽവർ ബുള്ളറ്റിന് വേണ്ടിയിട്ട് മാക്സിമം ടാർഗറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 1:1.5 അല്ലെങ്കിൽ 1:2 എന്നുള്ള ആ ഒരു ഇതിൽ എന്ത് ചെയ്താൽ മതി, RRൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നാൽ മതി. ഓക്കെ, സോ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു RR നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 70% ഓഫ് ദ വിൻ റേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് മൈൻഡിൽ വെക്കുക. ഓക്കെ, നമുക്ക് ഇവിടെ അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് നോക്കാം. സോ നമുക്ക് അടുത്ത ലണ്ടനിൽ ഒരു എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് നോക്കാം. 12:30 ജസ്റ്റ് എന്ത് ചെയ്യാം, 12:30 ജസ്റ്റ് മാർക്ക് ചെയ്യാം. 13:30 എന്നുള്ള ആ ഒരു വിൻഡോ എന്ത് ചെയ്യാം, ജസ്റ്റ് മാർക്ക് ചെയ്തിടാം. ഓക്കെ, സോ ആ ഒരു സമയത്ത് മാർക്കറ്റ് ഏതെങ്കിലും മേജർ ആയിട്ടുള്ള ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ലോ മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. ഓക്കെ, ആ ഒരു സ്വീപ്പ് ചെയ്ത സമയത്ത് ഫോം ചെയ്തിട്ടുള്ള ഒരു FEG ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു FEG ഇവിടെ നിന്നായിരുന്നു നമ്മൾ ആക്ച്വലി എൻട്രി എടുക്കേണ്ടിണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് എന്ത് ചെയ്തില്ല, അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. പക്ഷെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു 3 ക്യാൻഡിൽ ഫോർമേഷന് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു FEG ഫോം ചെയ്യുന്നത്. ഈ ഒരു ക്യാൻഡിലും ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു 3 ക്യാൻഡിൽ ഫോം ചെയ്തതിനു ശേഷമാണ്. അതിന് ശേഷം ഈ ഒരു ക്യാൻഡിൽ അല്ലെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഈ ഒരു ക്യാൻഡിൽ മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വന്നിരുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ഈ ഒരു എൻട്രി വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്തില്ല, ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടില്ല. ഓക്കെ, ഇറ്റ് ഹാപ്പൻസ്. മാർക്കറ്റ് ചില സമയത്ത് എന്ത് ചെയ്യാം, അത്തരത്തിൽ ടെസ്റ്റ് ചെയ്യാതെ പോകുന്ന കേസസ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, പക്ഷെ നമുക്കിവിടെ ന്യൂയോർക്കിൽ അടുത്തൊരു എക്സാമ്പിൾസ് നമ്മളിവിടെ നോക്കാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ലൈൻസ് 19:30 to 20:30 ഉള്ള ആ ഒരു ലൈൻസ്. സോ അതിന്റെ ഇടയിലായിട്ട് മാർക്കറ്റ് മേജർ ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പ്രീവിയസ്ലി ഉള്ള ഒരു ലോ ഹൈ മാർക്കറ്റ് എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തു. സ്വീപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ആ ഒരു സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു FEG ഫോർമേഷൻ ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് എന്ത് ചെയ്തില്ല, ആ ഒരു ട്രേഡ് അന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. ഒബ്വിയസ്ലി എന്ത് ചെയ്തില്ല, നമുക്ക് ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഇതൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് കാണുന്നത്. സോ നമുക്കിവിടെ കാണാൻ കഴിയും മാർക്കറ്റ് എന്ത് ചെയ്തു, ലിക്വിഡിറ്റി എടുത്തു. ഓക്കെ, നമ്മളെ ആ ഒരു ടൈം വിൻഡോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ടൈം വിൻഡോയിൽ നമുക്ക് ലിക്വിഡിറ്റി ഓൾറെഡി എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് ഒരു MS തന്നു. അതുപോലെ ആ ഒരു ടൈം വിൻഡോയിൽ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് ഒരു FEG ഫോർമേഷൻ കാണാൻ കഴിയും. ഈ FEG നമുക്ക് ഫോം ചെയ്ത്. ഓക്കെ, സോ ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ലോങ് പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു FEGന്റെ ഓപ്പണിംഗിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോങ് പ്ലേസ് ചെയ്യാം. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലോന്റെ താഴെ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും റീസെന്റ് ഉണ്ടായിട്ടുള്ള ആ ഒരു FEG ക്രിയേറ്റ് ചെയ്യുന്ന ക്യാൻഡിൽ ഉണ്ടല്ലോ, അതിന്റെ താഴെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഫെയർ ആണ്. ഓക്കെ, സോ ഇത്തരത്തിൽ വലിയ സ്റ്റോപ്പ് ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഏറ്റവും സേഫ് ആയിട്ട് ഈ ഒരു ലോന്റെ താഴെയാണ് കീപ്പ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത് 1:2 ആണ്. ഓക്കെ, ഇവിടെ 1:2 മാർക്കറ്റ് എന്ത് ചെയ്തില്ല, നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, കറക്റ്റ് നമ്മൾ ഇവിടെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് 1:2 കിട്ടിയിട്ടുണ്ടാവാം. ഓക്കെ, സോ ഒബ്വിയസ്ലി
നമ്മൾ 1:2 അല്ലെങ്കിൽ 1:1.5 റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ഒബിയസ്ലി ഈ ഒരു സിനാരിയോ ഇവിടെ നമുക്ക് വർക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കിവിടെ കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ 19:30 ആ ഒരു ടൈം ഉണ്ടല്ലോ, 20:30 ടൈമിൽ മാർക്കറ്റ് എന്താണ് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. സോ ഈ ഒരു ടൈമിൽ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ഷണൽ മൂവ് ആണ്. ഇവിടെ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു സിൽവർ ബുള്ളറ്റ് ഫോർമേഷൻ ഈ ഒരു ടൈം സോണിൽ നമുക്ക് വന്നിട്ടില്ല. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത ഇവിടെ നോക്കാം, ഈ ഒരു ടൈം വിൻഡോയിൽ. സോ ഇവിടെ നമുക്ക് മേജർ ലിക്വിഡിറ്റി സ്വീപ്പ്, അതുപോലെ അതിനുശേഷം മാർക്കറ്റ് സ്ട്രക്ചർ ഇവിടെ ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ ഒരു ബിഗ് FVG ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു FVG ഉണ്ട്, അതുപോലെ ഇവിടെ താഴെ ഒരു FVG ഉണ്ട്. സോ നമ്മൾ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള FVG നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടുന്ന് ലോങ് പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ ഇതിൻ്റെ ഓപ്പണിങ്ങിൽ നമുക്ക് ലോങ് പ്ലേസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഈ ക്യാൻഡിൻ്റെ ലോ കീപ്പ് ചെയ്താൽ മതി. ലൈക്ക് റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ള ഒരു FVG ഫോർമേഷൻ്റെ തൊട്ട് താഴെ എന്ത് ചെയ്താൽ മതി, ക്യാൻഡിൽ താഴെ കീപ്പ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, 1:2R എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, എപ്പോഴും നമ്മൾ ഈ 2R എന്നുള്ള RRൽ എന്ത് ചെയ്യാം, നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഓക്കെ, സോ ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സിൽവർ ബുള്ളറ്റ്സ് എൻട്രീസ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സീക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു നെക്സ്റ്റ് വീഡിയോയും കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ പ്രോപ്പറായിട്ട് നോട്ട് ഡൗൺ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം. സോ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഒരു വീഡിയോയും കൂടി എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു കൺസെപ്റ്റുകളെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതുപോലെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും താല്പര്യമുള്ളവർ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോം ജസ്റ്റ് ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.